1876-ൽ ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവത്കരിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876-ൽ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ ആദ്യകാല രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നാണിത്. പിന്നീട് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ദി ബംഗാളി എന്ന പത്രം 1879-ൽ ആരംഭിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ ദേശീയ നേതാവായ സുരേന്ദ്രനാഥ് ബാനർജി 1879-ൽ ദി ബംഗാളി എന്ന പത്രം ആരംഭിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്ത് ദേശീയബോധം വളർത്തുന്നതിലും ജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കുന്നതിലും ഈ പത്രം പ്രധാന പങ്കുവഹിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി 1923-ൽ ആരംഭിച്ച പത്രം ഏത്? മാതൃഭൂമി. 1923-ൽ കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പ്രമുഖ മലയാള പത്രമാണ് മാതൃഭൂമി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ പത്രം വലിയ പങ്കുവഹിച്ചു. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത്. ഷേർഷയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഫരീദ്. സൂർ സാമ്രാജ്യം സ്ഥാപിച്ച ഷേർഷാ സൂരിയുടെ യഥാർത്ഥ പേര് ഫരീദ് ഖാൻ എന്നായിരുന്നു. ഇദ്ദേഹം ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ അധികാരമുറപ്പിച്ചു. ഭരണപരമായ പരിഷ്കാരങ്ങൾക്കും റോഡ് നിർമ്മാണത്തിനും ഗ്രാൻഡ് ട്രങ്ക് റോഡ് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു ഷേർഷാ. ദാബോളിം വിമാനത്താവളം എവിടെയാണ്? ഗോവ. ഗോവയിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദാബോളിം വിമാനത്താവളം. ഇത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ വിമാനത്താവളം വളരെ പ്രധാനമാണ്. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ്? ചൈന. ലോകത്ത് ആദ്യമായി അച്ചടിച്ച പത്രം പുറത്തിറങ്ങിയത് ചൈനയിലായിരുന്നു. താങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ കയ്യുവൻ സാബോ എന്ന പേരിൽ ഒരു സർക്കാർ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ആദ്യകാല പത്രപ്രവർത്തനത്തിന്റെ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ദി ഡിസന്റ് ഓഫ് മാൻ രചിച്ചത് ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ രചിച്ച ഒരു പ്രധാന പുസ്തകമാണ് ദി ഡിസന്റ് ഓഫ് മാൻ ആൻഡ് സെലക്ഷൻ ഇൻ റിലേഷൻ ടു സെക്സ് 1871. മനുഷ്യന്റെ ഉത്ഭവം, ലൈംഗിക തിരഞ്ഞെടുപ്പ്, പരിണാമം എന്നിവയെക്കുറിച്ചുള്ള ഡാർവിന്റെ സിദ്ധാന്തങ്ങൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. പരിണാമശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൃതി. തമിഴ്നാട്ടിലെ പ്രധാന നദി ഏത്? കാവേരി. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് കാവേരി. ഇത് കർണാടകയിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കൃഷിക്ക് ഈ നദി വലിയ പ്രാധാന്യമർഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക് ഏത്? സാൻ മറീനോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്കായി കണക്കാക്കപ്പെടുന്നത് സാൻ മറീനോയാണ്. AD 301-ൽ സ്ഥാപിതമായ ഈ മൈക്രോസ്റ്റേറ്റ് ഇന്നും ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി നിലകൊള്ളുന്നു. ഇറ്റലിക്ക് ഉള്ളിലാണ് ഇതിന്റെ സ്ഥാനം. തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഭാഗം കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനു മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? കന്യാകുമാരി. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം കന്യാകുമാരിയിൽ സൂക്ഷിക്കുകയും പിന്നീട് കടലിൽ നിമജ്ജനം ചെയ്യുകയും ചെയ്തു. ഗാന്ധിജിയുടെ സ്മരണാർത്ഥം കന്യാകുമാരിയിൽ ഗാന്ധി മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി നിലകൊള്ളുന്നു. തമസ അഥവാ ടോൺസ് ഏത് നദിയുടെ പോഷകനദിയാണ്? യമുന. തമസ നദി ടോൺസ് നദി എന്നും അറിയപ്പെടുന്നു. ഇത് യമുന നദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. ഉത്തരാഖണ്ഡിലെ ബന്ദർപഞ്ച് പർവ്വതനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. യമുന നദി ഗംഗയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. രാഷ്ട്രം എന്നത് ഞാനാണ് എന്ന് പറഞ്ഞത് ആര്? ലൂയി 14. ഫ്രാൻസിലെ സൂര്യചക്രവർത്തി എന്നറിയപ്പെടുന്ന ലൂയി 14 പറഞ്ഞ പ്രശസ്തമായ വാക്കുകളാണ് രാഷ്ട്രം എന്നത് ഞാനാണ്, ലെറ്റ സി എസ്റ്റ് മുവ. ഇത് അദ്ദേഹത്തിന്റെ കേവല രാജവാഴ്ചയുടെയും അധികാര കേന്ദ്രീകരണത്തിന്റെയും പ്രതീകമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സ്.
ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. നേരത്തെ ഇത് 60 വയസ്സായിരുന്നത് 15ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 62ആയി ഉയർത്തി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനസംഹാരി ഏത്? ആസ്പിരിൻ. ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന വേദനസംഹാരികളിൽ ഒന്നാണ് ആസ്പിരിൻ, അസറ്റൈൽസാലിസിലിക് ആസിഡ്. വേദന കുറക്കാനും പനി കുറക്കാനും വീക്കം കുറക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഇതിന് രക്തം കട്ടപിടിക്കുന്നത് തടയാനുള്ള കഴിവുമുണ്ട്. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആര്? കെ. കരുണാകരൻ. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രമാദമായ കേസ് ആയിരുന്നു രാജൻ കേസ്. കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ. കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായി. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. ഏറ്റവും കൂടുതൽ ജീവിതദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ജിംനോസ്പെർംസ്. സൈപ്രസ്, റെഡ്വുഡ് പോലുള്ള ചില ജിംനോസ്പെർംസ് സസ്യങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷം വരെ ജീവിതദൈർഘ്യമുണ്ടാകാം. ഇവയാണ് ഭൂമിയിലെ ഏറ്റവും വലിയതും ഏറ്റവും പഴക്കമുള്ളതുമായ ജീവികളിൽ ചിലത്. കട്ടിയുള്ള തടിയും ദീർഘായുസ്സും ഇവയുടെ പ്രത്യേകതയാണ്. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി ആര്? സി. പി. രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന സർ സി. പി. രാമസ്വാമി അയ്യർക്കാണ് കേരള സർവകലാശാല ആദ്യമായി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചെങ്കിലും പല വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി കാനേഷുമാരി സെൻസസ് ഏതു വർഷത്തിലായിരുന്നു? AD 1834. തിരുവിതാംകൂറിൽ ആദ്യത്തെ കാനേഷുമാരി അഥവാ സെൻസസ് നടന്നത് 1834-ലാണ്. ഒരു ഭരണപ്രദേശത്തെ ജനസംഖ്യാപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നടത്തുന്ന ഈ പ്രക്രിയ ആസൂത്രണത്തിന് അത്യാവശ്യമാണ്. തിരുവിതാംകൂറിന്റെ ഭരണ നവീകരണത്തിലെ ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു ഇത്. ഡൈനാമോ കണ്ടുപിടിച്ചത് ആര്? മൈക്കിൾ ഫാരഡെ. വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഉപകരണമായ ഡൈനാമോ കണ്ടുപിടിച്ചത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡെയാണ്. 1831-ൽ വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ കണ്ടുപിടിച്ചതിലൂടെയാണ് ഡൈനാമോയുടെ അടിസ്ഥാന തത്വം ഇദ്ദേഹം സ്ഥാപിച്ചത്. ആധുനിക വൈദ്യുതി ഉത്പാദനത്തിന് ഇത് വഴിയൊരുക്കി. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആര്? ആർ. ബാലകൃഷ്ണപിള്ള. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു ആർ. ബാലകൃഷ്ണപിള്ള. 1960-ൽ 25ാം വയസ്സിലാണ് ഇദ്ദേഹം നിയമസഭാംഗമായത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2009-ലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിലും പ്രകൃതി സംരക്ഷണത്തിലും ഇത് ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾ നടന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പൊക്രാൻ. 1974-ലും 1998-ലും ഇന്ത്യ ഇവിടെ വെച്ച് ആണവ പരീക്ഷണങ്ങൾ നടത്തി. ഇന്ത്യയുടെ ആണവശക്തി തെളിയിക്കുന്നതിൽ ഈ പരീക്ഷണങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ളത് ഏതിന്? ജിറാഫ്. ജിറാഫുകൾക്ക് കരയിലെ സസ്തനങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള കഴുത്തുണ്ട്. ഇത് മരങ്ങളുടെ മുകളിലുള്ള ഇലകൾ എത്തിപ്പിടിക്കാൻ അവയെ സഹായിക്കുന്നു. ആഫ്രിക്കൻ വൻകരയിൽ കാണപ്പെടുന്ന ഈ മൃഗം അതിന്റെ ഉയരത്തിനും തനതായ രൂപത്തിനും പേരുകേട്ടതാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം ഏത്? മഞ്ചേശ്വരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം മഞ്ചേശ്വരമാണ്. 1970-ൽ എം. രാമപ്പയായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് വളരെ അപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയത് ഏതിന്? മനുഷ്യൻ. സാമാന്യമായി കരയിലെ സസ്തനങ്ങളിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്.
ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയും ജീവിത സാഹചര്യങ്ങളുടെ മെച്ചപ്പെടലും മനുഷ്യന്റെ ശരാശരി ആയുസ്സ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ. മൈലോഗ്രാം. നട്ടെല്ലിന്റെ കനാലുകൾ, ഞരമ്പുകൾ, സുഷുമ്നാ നാഡി എന്നിവയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് എക്സ്റേ പരിശോധനയാണ് മൈലോഗ്രാം. ഇതിനായി സുഷുമ്നാ ദ്രവത്തിലേക്ക് ഒരു കോൺട്രാസ്റ്റ് ഡൈ കുത്തിവെച്ച ശേഷമാണ് എക്സ്റേ എടുക്കുന്നത്. പട്ടം താണുപിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഏത്? ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ആദ്യ മുഖ്യമന്ത്രിമാരിൽ ഒരാളുമായ പട്ടം താണുപിള്ള രൂപീകരിച്ച ഒരു പാർട്ടിയായിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. പിന്നീട് അദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ ബദേനി ഗ്രാമത്തിൽ ജനിച്ച 4 വർഷത്തിലൊരിക്കൽ പിറന്നാളാഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. ഫെബ്രുവരി 29 ജനിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 4 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഈ ദിവസത്തിൽ ജനിച്ചതുകൊണ്ട് ഇദ്ദേഹം 4 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഔദ്യോഗികമായി പിറന്നാൾ ആഘോഷിച്ചിരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ ഏത്? കെരാറ്റിൻ. മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും മുടി, നഖം, കൊമ്പ്, തൂവലുകൾ എന്നിവയുടെ പ്രധാന ഘടകമായ പ്രോട്ടീനാണ് കെരാറ്റിൻ. ഇത് വളരെ ഉറപ്പുള്ളതും സംരക്ഷകവുമായ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിന്റെ പുറം പാളികളിൽ ഇത് കാണപ്പെടുന്നു. മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ആര്? ജ്ഞാനപീഠം ട്രസ്റ്റ്. ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് നൽകുന്ന ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരമാണ് മൂർത്തിദേവി അവാർഡ്. ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ സാഹിത്യത്തിലെ ഉയർന്ന ബഹുമതികളിൽ ഒന്നാണിത്. ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയതും ഉയരം കൂടിയതുമായ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. പറക്കാൻ കഴിയാത്ത ഈ പക്ഷികൾക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. ആഫ്രിക്കൻ സാവന്നകളിൽ ഇവയെ സാധാരണയായി കാണപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി ഏത്? സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് (SPG). ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും അവരുടെ അടുത്ത കുടുംബാംഗങ്ങളുടെയും സുരക്ഷാ ചുമതല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG-ക്കാണ്. 1988-ൽ രൂപീകരിച്ച ഈ പ്രത്യേക സുരക്ഷാസേന പ്രധാനമന്ത്രിക്ക് അതിശക്തമായ സുരക്ഷാ വലയം ഒരുക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഏത്? ഫ്രാൻസ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് ഫ്രാൻസ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമ്മാനിച്ചതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഫ്രാൻസിലെ ശില്പി ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയുടെ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്ത്? തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായ കണങ്ങളായ തന്മാത്രകളും ആറ്റങ്ങളുമാണ്. അതുകൊണ്ട് ഇവയെ പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇവ. 1940-ൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തിസത്യാഗ്രഹത്തിൽ വിനോബ ഭാവെയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായതാര്? ജവഹർലാൽ നെഹ്റു. 1940-ൽ മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തിസത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹി വിനോബ ഭാവെയായിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവാണ് രണ്ടാമത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയ ബ്രിട്ടീഷ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത് സംഘടിപ്പിച്ചത്. ക്രിസ്തുവിനെ ക്രൂശിച്ച മലമുകൾ ഏത്? ഗാഗുൽത്ത. യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഗാഗുൽത്ത, ഗോൽഗാഥ. ഇത് ജെറുസലേമിന്റെ മതിലുകൾക്ക് പുറത്തുള്ള ഒരു ചെറിയ കുന്നായിരുന്നു. ക്രിസ്തുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ബംഗാളിൽ ദ്വിഭരണം നടപ്പാക്കിയത് ആര്? റോബർട്ട് ക്ലൈവ്. 1765-ൽ ബംഗാളിൽ ദ്വിഭരണം നടപ്പാക്കിയത് റോബർട്ട് ക്ലൈവാണ്. ഈ സമ്പ്രദായം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് നികുതി പിരിക്കാനുള്ള അധികാരവും നവാബിന് ഭരണപരമായ ചുമതലകളും നൽകി.
ഇത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ തുടക്കത്തിലെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. മെഹ്റൗളി സ്തൂപത്തിൽ ഏത് ഗുപ്ത രാജാവിനെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഡൽഹിയിലെ മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തൂപത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രബലനായ ചന്ദ്രഗുപ്തൻ രണ്ടാമനെക്കുറിച്ചാണ് കൊത്തിവച്ചിരിക്കുന്നത്. ഈ സ്തൂപം ഗുപ്തകാലഘട്ടത്തിലെ ലോഹശാസ്ത്ര മികവിനുള്ള തെളിവാണ്. ചന്ദ്ര എന്ന പേരിൽ സ്തൂപത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമറിനെയാണ് അണുബോംബിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയുടെ മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ശാസ്ത്രീയ ഡയറക്ടറായിരുന്ന അദ്ദേഹം അണുബോംബിന്റെ വികസനത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറിലുണ്ടായിരുന്ന മണ്ഡപത്തും വാതിലിന് തുല്യമായ ഇപ്പോഴത്തെ ഭരണഘടകം ഏത്? താലൂക്ക്. തിരുവിതാംകൂറിന്റെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന ഒരു ഭരണഘടകമായിരുന്നു മണ്ഡപത്തും വാതിൽ. ഇത് ആധുനിക ഭരണവ്യവസ്ഥയിലെ താലൂക്കിന് സമാനമായ ഒരു ഭരണ യൂണിറ്റായിരുന്നു. പ്രാദേശിക ഭരണനിർവഹണത്തിന് ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നു. മൊസാർട്ട് ജനിച്ച രാജ്യം ഏത്? ഓസ്ട്രിയ. ലോകപ്രശസ്ത സംഗീതജ്ഞനായ വോൾഫ്ഗാങ് അമാത്യൂസ് മൊസാർട്ട് ഓസ്ട്രിയയിലാണ് ജനിച്ചത്. ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ ഒരാളായി ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സംഗീത സംഭാവനകൾ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആര്? ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ആഗ്രയിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്. അദ്ദേഹം ഷാജഹാനാബാദ് എന്ന പുതിയ നഗരം നിർമ്മിക്കുകയും അവിടെ ചെങ്കോട്ട, ജുമാ മസ്ജിദ് എന്നിവ പണിതുയർത്തുകയും ചെയ്തു. വാസ്തുവിദ്യയുടെ വലിയൊരു ആരാധകനായിരുന്നു ഷാജഹാൻ. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏത്? കണ്ണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്ന് കണ്ണ് വിശേഷിപ്പിക്കപ്പെടുന്നു. മനുഷ്യന്റെ വികാരങ്ങളെയും ചിന്തകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന അവയവമാണ് കണ്ണ് എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. കാഴ്ച എന്ന പ്രധാന ധർമ്മം നിർവഹിക്കുന്ന ഈ അവയവം സംവേദനക്ഷമതയുടെയും പ്രതീകമാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആര്? ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താനും അവർക്ക് സംവരണം ശുപാർശ ചെയ്യാനുമായി നിയോഗിക്കപ്പെട്ട മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബി.പി. മണ്ഡലിന്റെ നേതൃത്വത്തിലാണ്. ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ സംവരണ നയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. യാത്രക്കാർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്നത് ഏത്? ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. മനോഹരമായ കാഴ്ചകൾ, ചരിത്രപരമായ സ്മാരകങ്ങൾ, ലോകോത്തര പാചകരീതി, സമ്പന്നമായ സംസ്കാരം എന്നിവ ഫ്രാൻസിനെ ഒരു പ്രിയപ്പെട്ട യാത്രാ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂറുകാരൻ ആര്? ജി.പി. പിള്ള. തിരുവിതാംകൂർ സ്വദേശിയായ ജി.പി. പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂറുകാരൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി ഏത്? പന്ന. മധ്യപ്രദേശിലെ പന്നയിൽ സ്ഥിതി ചെയ്യുന്ന വജ്രഖനികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്ര ഉത്പാദന കേന്ദ്രമാണ്. ഇത് ഇന്ത്യയുടെ ധാതു സമ്പത്തിന് വലിയ സംഭാവന നൽകുന്നു. ദിവസത്തിൽ 4 തവണ വേലിയിറക്കം സംഭവിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം? ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്താണ് ദിവസത്തിൽ 4 തവണ വേലിയിറക്കവും വേലിയേറ്റവും സംഭവിക്കുന്നത്. ഇത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണമാണ്. ഈ പ്രതിഭാസം കാരണം തുറമുഖ പ്രവർത്തനങ്ങൾക്ക് സതാംപ്ടൺ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദിഗ്ബോയ് എന്തിനാണ് പ്രസിദ്ധം? എണ്ണപ്പാടം. ആസാമിലെ ദിഗ്ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ്. 1889-ൽ ഇവിടെ എണ്ണ കണ്ടെത്തുകയും പിന്നീട് ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ എണ്ണ വ്യവസായ ചരിത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏത്? ഇൻസാറ്റ്-2A. ഇൻസാറ്റ്-2A. ഇൻസാറ്റ്-2A എന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മൾട്ടിപർപ്പസ് ഉപഗ്രഹമാണ്.
ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി 1992-ൽ ഇത് വിക്ഷേപിച്ചു. വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയ്ക്കായി ഇത് ഉപയോഗിച്ചു. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എവിടെയാണ്? വെല്ലൂർ. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഗുണനിലവാരമുള്ള ചികിത്സയ്ക്കും ഗവേഷണങ്ങൾക്കും ഇത് പേരുകേട്ടതാണ്. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ഏത്? ജ്ഞാനമാർഗം. അദ്വൈത വേദാന്ത തത്വചിന്തയുടെ പ്രധാന വക്താവായ ശ്രീ ശങ്കരാചാര്യർ ജ്ഞാനമാർഗത്തിനാണ് പ്രാധാന്യം നൽകിയത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ തത്വചിന്ത മോക്ഷത്തിന് ജ്ഞാനത്തെ അനിവാര്യമായി കണ്ടു. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ്? അസറ്റിക് ആസിഡ്. വിനാഗിരിയിലെ പ്രധാന ഘടകമായ അസറ്റിക് ആസിഡ്, എത്നോയിക് ആസിഡ്, ഭക്ഷണത്തിൽ ഒരു സംരക്ഷകമായും സ്വാദിനു വേണ്ടിയും ഉപയോഗിക്കുന്നു. ഇത് ദുർബലമായ ഒരു ഓർഗാനിക് ആസിഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളിയാര്? സിസ്റ്റർ ശങ്കരൻ നായർ. 1897-ൽ അമരാവതിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന സർ സിസ്റ്റർ ശങ്കരൻ നായർ ഈ പദവി അലങ്കരിച്ച ഏക മലയാളിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? 1888. 1888-ൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ഈ സംഭവം കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ജാതീയതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ഗുരുവിന്റെ വിപ്ലവകരമായ നടപടിയായിരുന്നു ഇത്. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ പോരാടിയ യോഗക്ഷേമ സഭയുടെ ഒരു പ്രധാന പ്രസിദ്ധീകരണമായിരുന്നു ഉണ്ണി നമ്പൂതിരി. VET ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രവർത്തിച്ചു. മനുഷ്യരെ മനുഷ്യരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിച്ചത്. 1914-ൽ രൂപീകരിച്ച NSSന്റെ ആദ്യ സെക്രട്ടറിയും ഇദ്ദേഹമായിരുന്നു. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ഇദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. 1910-ൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരികെ കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. വക്കം മൗലവിയുടെ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം 1910-ൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. പിന്നീട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് അതിന്റെ അനന്തരാവകാശികൾക്ക് ഈ സ്വത്ത് തിരികെ നൽകാൻ തീരുമാനിച്ചത്. കേരള നവോത്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നു വക്കം മൗലവി. ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ബാക്ടീരിയ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത്. ഇത് ശ്വാസകോശങ്ങളെയാണ് പ്രധാനമായും ബാധിക്കുന്നതെങ്കിലും ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയും ബാധിക്കാം. ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ ആര്? മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്ന് എന്താക്കി മാറ്റുന്നു? നീല. ക്ഷാരപദാർത്ഥങ്ങൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കും. ഇത് ആസിഡുകളും ക്ഷാരങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ രാസ പരിശോധനയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആര്? KR നാരായണൻ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ച 1997-ൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണനായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. 1929-ൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ആര്? ഭഗത് സിംഗ്.
1929 ഏപ്രിൽ 8 ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ബധിരർക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നു ഇത് എന്നാണ് അവർ പറഞ്ഞത്. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കുകിഴക്കായി ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വെക്കാൻ സൂര്യനെടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര്? കോസ്മിക് ഇയർ. ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കാൻ നമ്മുടെ സൂര്യൻ ഏകദേശം 225 മുതൽ 250 ദശലക്ഷം വർഷം വരെ എടുക്കും. ഈ കാലയളവിനെയാണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത്. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അമൂൽ ഡയറിയുടെ ആസ്ഥാനമായ ഗുജറാത്തിലെ ആനന്ദ് നഗരം ഇന്ത്യയിലെ ക്ഷീരോൽപാദന രംഗത്തെ പ്രധാന കേന്ദ്രമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ധവള വിപ്ലവത്തിൽ ഇതിന് വലിയ പങ്കുണ്ട്. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷമേത്? 1957. ഇന്ത്യയുടെ പൊതു റേഡിയോ പ്രക്ഷേപണ സ്ഥാപനമായ ഓൾ ഇന്ത്യ റേഡിയോ 1957 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ത്യയിലെ വിവരവിനിമയ രംഗത്ത് ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം ഏത്? വൻകുടൽ. ദഹനപ്രക്രിയയുടെ അവസാനഘട്ടത്തിൽ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്യുന്നത് വൻകുടലാണ്. ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയത് ആര്? എഡ്വിൻ ഹബിൾ. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് എഡ്വിൻ ഹബിൾ. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് വലിയ പിന്തുണ നൽകി. ശ്രീലങ്കയുടെ പഴയ പേര്? സിലോൺ. 1972 വരെ ശ്രീലങ്ക സിലോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി ആര്? മദ്രാസ് സംസ്ഥാനം. കോങ്ങാട്ടിൽ രാമൻ മേനോൻ. മദ്രാസ് സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രിയായ ആദ്യ മലയാളിയാണ് കോങ്ങാട്ടിൽ രാമൻ മേനോൻ. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം ഏത്? AD 45. AD 45 കൊടുങ്ങല്ലൂരിലെത്തിയ ഗ്രീക്ക് റോമൻ നാവികനാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെയുള്ള കച്ചവടപ്പാതകൾ കണ്ടെത്തിയ ഇദ്ദേഹം ചരിത്രത്തിൽ പ്രധാനിയാകുന്നു. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആര്? അയ്യനടികൾ തിരുവടികൾ. AD 849 വേണാട് രാജാവ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. കൊടുങ്ങല്ലൂരിലെ തരിസാപ്പള്ളി പള്ളിക്ക് ഭൂമി ദാനം ചെയ്തതിനെക്കുറിച്ചാണ് ഈ ശാസനം. ചേരരാജാവ് സ്ഥാണു രവിവർമ്മന്റെ അംഗീകാരത്തോടെയായിരുന്നു ഈ ദാനം. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏത്? ചുവപ്പ്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ള നിറം ചുവപ്പാണ്. അതുകൊണ്ടാണ് അപകട സൂചനകൾക്കും ദൂരെയുള്ള സിഗ്നലുകൾക്കും ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത്. കേരള നിയമസഭയിൽ വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി ആര്? സിസ്റ്റർ അച്യുത മേനോൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി സിസ്റ്റർ അച്യുത മേനോനാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 6 വർഷം ഭരിച്ചു. കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ മുന്നിലുള്ളത് ഏത്? ക്യൂബ. കരീബിയൻ മേഖലയിലെ ഏറ്റവും വലിയ ദ്വീപും ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യവുമാണ് ക്യൂബ. സാമ്പത്തികമായും രാഷ്ട്രീയമായും കരീബിയൻ മേഖലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസത്തിനും പ്രചാരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. തലമുടിക്ക് നിറം നൽകുന്നത് എന്ത്? മെലാനിൻ. മെലാനിൻ എന്ന പിഗ്മെന്റാണ് മുടിക്കും ചർമ്മത്തിനും കണ്ണുകൾക്കും നിറം നൽകുന്നത്.
മെലാനിന്റെ അളവനുസരിച്ചാണ് മുടിയുടെയും ചർമ്മത്തതിന്റെയും നിറം വ്യത്യാസപ്പെടുന്നത്. ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ ആരെല്ലാം? ബാബറും ജഹാംഗീറും. ബാബറാണ് ബാബർനാമ തുസൂക്ക് ഇ ബാബറി എഴുതിയത്. ജഹാംഗീർ തുസൂക്ക് ഇ ജഹാംഗീരി എന്ന ആത്മകഥയും രചിച്ചു. ഈ ആത്മകഥകൾ മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഉയർന്നുവന്ന പ്രവിശ്യകളിൽ ഏറ്റവും പ്രബലശക്തി ആര്? മറാഠികൾ. ഔറംഗസേബിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിൽ മറാഠികൾ ഒരു വലിയ ശക്തിയായി ഉയർന്നുവന്നു. ശിവാജിയുടെ നേതൃത്വത്തിൽ അവർ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏത്? ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നത്. ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നദി ടിബറ്റിൽ സാങ്പോ എന്ന പേരിലാണ് ഉത്ഭവിക്കുന്നത്. APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. 1936 മുതൽ എത്യോപ്യയുടെ ഭാഗമായിരുന്ന 1993 സ്വതന്ത്രമായ രാജ്യം ഏത്? എറിട്രിയ. ആഫ്രിക്കയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് എറിട്രിയ. 1993 എത്യോപ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആര്? CF ആൻഡ്രൂസ്. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ അനുഭാവിയുമായിരുന്ന ചാൾസ് ഫ്രീയർ ആൻഡ്രൂസിനെയാണ് ദീനബന്ധു എന്ന് വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു 1946 റോയൽ ഇന്ത്യൻ നേവി കലാപം. മുംബൈയിൽ ആരംഭിച്ച ഇത് ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ വെല്ലുവിളിയായി. അരിയലൂർ തീവണ്ടി അപകടത്തിന്റെ 1956 ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചതാര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇന്ത്യൻ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1956 അരിയലൂരിൽ നടന്ന തീവണ്ടി അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. ഇത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും ഉന്നത ധാർമ്മിക നിലവാരത്തിനും ഉദാഹരണമാണ്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആര്? ഡച്ചുകാർ. എറണാകുളം ജില്ലയിലെ ബോൾഗാട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം 1744 ഡച്ചുകാർ നിർമ്മിച്ചതാണ്. പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ കൈവശമാകുകയും ഇപ്പോൾ ഒരു പൈതൃക റിസോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തിന്റെ വകഭേദമാണ് ചാർക്കോൾ? കാർബൺ. കാർബണിന്റെ ഒരു അപ്പരൂപമാണ് ചാർക്കോൾ. തടി അല്ലെങ്കിൽ മറ്റ് ജൈവവസ്തുക്കൾ ഓക്സിജന്റെ അഭാവത്തിൽ ചൂടാക്കി നിർമ്മിക്കുന്നതാണിത്. 1955 മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്തായിരുന്നു? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ദേശസാൽക്കരിക്കപ്പെടുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ഒന്നാം തായിൻ യുദ്ധത്തിൽ 1191 വിജയിച്ചത് ആര്? പൃഥ്വിരാജ് ചൗഹാൻ. 1191 നടന്ന ഒന്നാം തായിൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ 1192 നടന്ന രണ്ടാം തായിൻ യുദ്ധത്തിൽ ഗോറി പൃഥ്വിരാജിനെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനം വംശനാശഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണിത്.
ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററിന് തുല്യമാണ്? 1852 മീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1852 മീറ്ററിന് തുല്യമാണ്. ഇത് സമുദ്രത്തിലും വ്യോമയാനത്തിലും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. വിറ്റാമിൻ B12ന്റെ ശാസ്ത്രനാമം എന്താണ്? സയനോകോബാലാമിൻ. വിറ്റാമിൻ B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയനോകോബാലാമിൻ. ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും ഇത് അത്യാവശ്യമാണ്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യമേത്? ഇംഗ്ലണ്ട്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. ഇത് ഉൽപ്പാദന രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ലോകത്തെ സാമ്പത്തികമായും സാമൂഹികമായും മാറ്റിമറിക്കുകയും ചെയ്തു. കയ്യൂർ സമരം നടന്ന ജില്ല ഏത്? കാസർകോട്. 1941-ൽ നടന്ന കയ്യൂർ സമരം കാസർകോട് ജില്ലയിലെ കയ്യൂരിൽ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ നടത്തിയ പ്രക്ഷോഭമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത് വലിയ ഉത്തേജനം നൽകി. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്ന് ജവഹർലാൽ നെഹ്റു എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് പരിമിതമായ അധികാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെയാണ് ജവഹർലാൽ നെഹ്റു ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനെക്. ഹൃദയമിടിപ്പ്, ശ്വാസമെടുപ്പ് എന്നിവ കേൾക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ഫ്രഞ്ച് ഡോക്ടറായ റെനെ ലെനെക് ആണ്. 1816-ലായിരുന്നു ഇത്. സംഘം കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥം ഏത്? തൊൽക്കാപ്പിയം. സംഘം സാഹിത്യത്തിലെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. തമിഴ് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഘടനയെക്കുറിച്ച് ഇത് വിശദീകരിക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിലെ വനപാലകർക്ക് പരിശീലനം നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിലെ ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ഇടമലയാർ പദ്ധതി. ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം ഏത്? 1969. 1969-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 14 പ്രമുഖ വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. സാമ്പത്തിക മേഖലയിൽ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ നടപടി. ജഹാംഗീറിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? സലീം. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലീം എന്നായിരുന്നു. അക്ബറിന്റെ മകനായ അദ്ദേഹം ചിത്രകലയ്ക്കും ഉദ്യാനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകി. ഹിറ്റ്ലറുടെ ആത്മകഥ ഏത്? മൈൻ കാംഫ്. അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയ ആത്മകഥയും രാഷ്ട്രീയ പ്രകടനപത്രികയുമാണ് മൈൻ കാംഫ്. നാസിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ചാൾസ് ഡിക്കൻസിന്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ചാൾസ് ഡിക്കൻസ് രചിച്ച ഒരു ചരിത്ര നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇത് ലോക ക്ലാസിക് സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഭൂട്ടാൻ. ഇടിമിന്നലുകൾ ധാരാളമായി ഉണ്ടാകുന്നതിനാലാണ് ഹിമാലയൻ രാജ്യമായ ഭൂട്ടാനെ ഇടിമിന്നലിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് ഈ രാജ്യം പ്രശസ്തമാണ്. ചിലിയും ഇക്വഡോറും ഒഴികെയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീൽ ചിലിയും ഇക്വഡോറും ഒഴികെയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നു. ഭൂമിശാസ്ത്രപരമായി ഇതൊരു പ്രധാന രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ കാവൽനായ എന്നറിയപ്പെടുന്നത് എന്ത്? പത്രങ്ങൾ.
സമൂഹത്തിലെ തെറ്റുകൾ തുറന്നുകാട്ടാനും ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും മാധ്യമങ്ങൾക്കുള്ള കഴിവിനാലാണ് പത്രങ്ങളെ ജനാധിപത്യത്തിന്റെ കാവൽനായ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ്. 1930 മാർച്ച് 12 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ ഉപ്പുസത്യാഗ്രഹ യാത്രയാണ് ദണ്ഡി യാത്ര എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉപ്പുനികുതി നിയമത്തിനെതിരെയായിരുന്നു ഈ സമരം. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് ഗ്രീൻലാൻഡിന്റെ വടക്കുകിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും കരയിലെ സംരക്ഷിത പ്രദേശവുമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ബീഹാർ. ജനസാന്ദ്രത കണക്കാക്കുന്നത് ഒരു നിശ്ചിത പ്രദേശത്തെ ജനസംഖ്യയെ ആ പ്രദേശത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാറാണ്. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉർദു. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് ഉർദു. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതിനുശേഷം ഹിന്ദി, കാശ്മീരി, ദോഗ്രി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളും ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ്? എറണാകുളം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും അറിയപ്പെടുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണിത്. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിൽ. നെഫ്രോണുകൾ വൃക്കയിലെ അടിസ്ഥാനപരമായ പ്രവർത്തന യൂണിറ്റുകളാണ്. ഇവ രക്തം ശുദ്ധീകരിക്കുകയും ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. 1785 ഭഗവദ്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ചാൾസ് വിൽക്കിൻസ്. ചാൾസ് വിൽക്കിൻസ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ജീവനക്കാരനായിരുന്നു. 1785 അദ്ദേഹം ഭഗവദ്ഗീതയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചു. മനുഷ്യശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീനുകളായ പ്രോറോംബിൻ, ഫൈബ്രിനോജൻ എന്നിവ കരളിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. വിറ്റാമിൻ കെയും രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പേശ്വമാരുടെ ഭരണകേന്ദ്രം പൂനെ. മറാഠ സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായിരുന്ന പേശ്വമാരുടെ ഭരണകേന്ദ്രം പൂനെയായിരുന്നു. സത്താറയിലെ ഛത്രപതിമാരുടെ നാമമാത്രമായ ഭരണത്തിൻ കീഴിൽ യഥാർത്ഥ അധികാരം കൈയാളിയിരുന്നത് പേശ്വമാരായിരുന്നു. ദീപവംശം ഏതു ഭാഷയിലെ കൃതിയാണ്? പാലി. ദീപവംശം എന്നത് ശ്രീലങ്കയുടെ പുരാതന ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്. ബുദ്ധമതത്തിന്റെ ആദ്യകാല ചരിത്രങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പാലി ഭാഷയിലാണ് ഇത് എഴുതിയത്. 180 രേഖാംശം അറിയപ്പെടുന്ന പേര്? അന്താരാഷ്ട്ര ദിനാങ്കരേഖ. 180 രേഖാംശം ഭൂമിയുടെ ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സാങ്കൽപ്പിക രേഖയാണ്. ഈ രേഖ മുറിച്ചുകടക്കുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം വരുന്നു. അതിനാൽ ഇത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്തു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. ഒരു റിപ്പബ്ലിക് എന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനോ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്, കാരണം രാഷ്ട്രത്തലവനായ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം? സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നതും അവസാനത്തേതുമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഇത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷകനായി നിലകൊള്ളുന്നു. 1946 മുതൽ ഭൂമിപാൽ അതുല്യതേജ് രാജാവ് ഭരിക്കുന്ന ഏഷ്യൻ രാജ്യം? തായ്ലൻഡ്. ഭൂമിബോൾ അതുല്യതേജ് രാമ-എക്സ് തായ്ലൻഡിന്റെ രാജാവായിരുന്നു. 1946 മുതൽ 2016 മരിക്കുന്നതുവരെ അദ്ദേഹം ഭരണം നടത്തി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അച്ചടിച്ച ബില്ലിറ്റി ഒഫൻസസ് ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം? 1955.
പൊതുസ്ഥലങ്ങളിൽ അച്ചടിച്ച വസ്തുക്കൾ നിയമവിരുദ്ധമായി വിതരണം ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമമാണിത്. 1955-ൽ ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കി. ഗോവയിലെ വിമാനത്താവളം ദാബോളിം. ദാബോളിം വിമാനത്താവളം ഗോവയിലെ പ്രധാന വിമാനത്താവളമാണ്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സിവിൽ എൻക്ലേവാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മണ്ണിരകൾക്ക് ശ്വസിക്കാൻ പ്രത്യേക ശ്വാസകോശമോ ഗില്ലുകളോ ഇല്ല. അവ ഈർപ്പമുള്ള ചർമ്മത്തിലൂടെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നത്. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയും. സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണത്തിലൂടെയാണ് അന്നജം നിർമ്മിക്കുന്നത്. ക്ലോറോഫിൽ എന്ന വർണ്ണകം ഏറ്റവും കൂടുതൽ പ്രകാശത്തെ വലിച്ചെടുക്കുന്നത് ചുവപ്പ്, നീല നിറങ്ങളിലാണ്. എന്നാൽ ഹരിതകണങ്ങൾ പച്ചനിറത്തിലുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത് ഏറ്റവും കുറഞ്ഞ കാര്യക്ഷമതയോടെയാണ് ഉപയോഗിക്കുന്നത്. ചോദ്യം പങ്കെടുക്കുന്ന വർണ്ണങ്ങളെക്കുറിച്ചായതുകൊണ്ട് ചുവപ്പും നീലയുമാണ് ഏറ്റവും ഫലപ്രദം. എന്നാൽ പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പും പച്ചയും പലപ്പോഴും സന്ദർഭങ്ങളിൽ കടന്നുവരാറുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരം ചുവപ്പും പച്ചയുമാണ്. ഇത് ശ്രദ്ധേയമാണ്. ഇതിന് കൂടുതൽ വ്യക്തത ആവശ്യമാണ്. എന്നിരുന്നാലും തൽക്കാലം ഉത്തരം നിലനിർത്തുന്നു. ദീപിക മണ്ണാനത്തുനിന്ന് കോട്ടയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷത്തിൽ? AD 1887. കേരളത്തിലെ കോട്ടയം ആസ്ഥാനമാക്കി പുറത്തിറങ്ങുന്ന ഒരു പ്രമുഖ മലയാള ദിനപത്രമാണ് ദീപിക. 1887-ലാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി. അമ്പലപ്പുഴ പ്രാചീനകാലത്ത് ചെമ്പകശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത അരുണ ആസഫ് അലി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആദ്യ വനിതയാണ് അരുണ ആസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു ധീരവനിതയായിരുന്നു അവർ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകൾ, ത്രോംബോസൈറ്റുകൾ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചെറിയ കോശങ്ങളാണ്. ഇവ മുറിവുകളുണ്ടാകുമ്പോൾ ഒരു പ്ലഗ് ഉണ്ടാക്കി രക്തസ്രാവം തടയാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ തലവനും രാജ്യത്തിന്റെ പ്രഥമ പൗരനുമാണ് ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം രാജ്യത്തിന്റെ ഏകതയുടെയും അഖണ്ഡതയുടെയും പ്രതീകമാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1977-ലെ പൊതുതിരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി ആദ്യമായി പ്രധാനമന്ത്രിയായത് 1966-ലാണ്. ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാറൽ ചേപെക്. ചെക്ക് എഴുത്തുകാരനായ കാറൽ ചേപെക് ആണ് 1920-ൽ RUR റോസം എസ് യൂണിവേഴ്സൽ റോബോട്ട്സ് എന്ന തന്റെ നാടകത്തിൽ റോബോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 1938-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1938-ൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇതിന്റെ അധ്യക്ഷനായി ജവഹർലാൽ നെഹ്റുവിനെ നിയമിച്ചു. ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയാണ് 1192-ലെ രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചടക്കിയത്. ഇത് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന് വഴിയൊരുക്കി. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ. 1888-ലെ അലഹബാദ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തിയാണ് ജോർജ് യൂൾ. ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് എം. ലീലാവതി.
ഡോക്ടർ എം. ലീലാവതിക്ക് 1993-ലാണ് ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് ലഭിച്ചത്. മലയാള സാഹിത്യത്തിലെ മികച്ച നിരൂപകയും എഴുത്തുകാരിയുമാണ് അവർ. മാൻഹാട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമർ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രിട്ടൻ, കാനഡ എന്നിവയുടെ സഹകരണത്തോടെ അണുബോംബ് വികസിപ്പിച്ചെടുത്ത രഹസ്യ ഗവേഷണ പദ്ധതിയാണ് മാൻഹാട്ടൻ പദ്ധതി. ജെ. റോബർട്ട് ഓപ്പൺഹൈമർ ആയിരുന്നു ഇതിന്റെ ശാസ്ത്രീയ ഡയറക്ടർ. അമേരിക്കൻ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഷിംഗ്ടൺ ഇർവിംഗ്. വാഷിംഗ്ടൺ ഇർവിംഗ് അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. റിപ്പ് വാൻ വിങ്കിൾ, ലെജൻഡ് ഓഫ് സ്ലീപ്പി ഹോളോ തുടങ്ങിയ കഥകളിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഓസ്കാർ അവാർഡിനർഹനായത് സിഡ്നി ഹോവാർഡ് 1939. സിഡ്നി ഹോവാർഡിനാണ് 1939-ൽ ഗോൺ വിത്ത് ദി വിൻഡ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് മരണാനന്തര ബഹുമതിയായി ഓസ്കാർ ലഭിച്ചത്. ഓസ്കാർ ചരിത്രത്തിലെ ഈ വിഭാഗത്തിലെ ആദ്യത്തെ മരണാനന്തര ബഹുമതിയായിരുന്നു ഇത്. ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളതിനാൽ ഇത് ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നു. രാജ്യത്തിന്റെ കടുവാ സംരക്ഷണ പദ്ധതികളിൽ ഈ സംസ്ഥാനം മുൻപന്തിയിലാണ്. 1922-ൽ റോയൽ ഇന്ത്യൻ മിലിട്ടറി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. റോയൽ ഇന്ത്യൻ മിലിട്ടറി കോളേജ് 1922-ൽ ഡെറാഡൂണിൽ സ്ഥാപിക്കപ്പെട്ടു. സൈനിക സേവനത്തിനായി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണിത്. ഇന്ത്യൻ മിലിട്ടറി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തെ സൈനിക ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമാണിത്. ഇവിടുത്തെ മ്യൂസിയം ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. രാജകീയ രോഗം, റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്നത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഒരു ജനിതക രോഗമാണ്. യൂറോപ്പിലെ രാജകുടുംബങ്ങളിൽ ഈ രോഗം വ്യാപകമായി കണ്ടിരുന്നതുകൊണ്ടാണ് ഇതിനെ രാജകീയ രോഗം എന്ന് വിളിക്കുന്നത്. രഞ്ജിത് സിംഗിന്റെ തലസ്ഥാനം ലാഹോർ. സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സിഖ് സാമ്രാജ്യം ശക്തമായ ഒരു ശക്തിയായി വളർന്നു. ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. എ ബി രക്തഗ്രൂപ്പ് ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പുകളിൽ ഒന്നാണ്. ഇത് എ, ബി എന്നീ ആന്റിജനുകൾ ഉൾക്കൊള്ളുന്നു. രക്തം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇത് ഒരു യൂണിവേഴ്സൽ സ്വീകർത്താവാണ്. ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ് യോം കിപ്പൂർ? യഹൂദ. യോം കിപ്പൂർ യഹൂദമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ ദിവസമാണ്. ഇത് അനുതാപത്തിന്റെയും പാപമോചനത്തിന്റെയും ദിവസമായി ആചരിക്കുന്നു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനർഹനായ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 2004-ലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി AITM സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി AITM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ്. 1987-ൽ HSBC ബാങ്കാണ് ഇത് സ്ഥാപിച്ചത്. മുഗൾ ചക്രവർത്തിമാരിൽ ആദ്യമായി വൻതോതിൽ മന്ദിരനിർമ്മാണം നടത്തിയത് അക്ബർ. മുഗൾ ചക്രവർത്തി അക്ബറാണ് വൻതോതിൽ മന്ദിര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഫത്തേപൂർ സിക്രി, ആഗ്ര കോട്ടയിലെ ചില ഭാഗങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളാണ്. 2 സയൻസ് വിഷയങ്ങളിൽ നോബൽ സമ്മാനം നേടിയ ഏക വ്യക്തി മാഡം ക്യൂറി. മാഡം ക്യൂറിക്ക് ഭൗതികശാസ്ത്രത്തിലും റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതിന്, രസതന്ത്രത്തിലും റേഡിയം, പൊളോണിയം എന്നിവ വേർതിരിച്ചെടുത്തതിന് നോബൽ സമ്മാനം ലഭിച്ചു. 2 വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിൽ നോബൽ നേടിയ ഏക വ്യക്തിയാണ് അവർ. ബെർട്രാൻഡ് റസ്സലിന് സാഹിത്യ നോബൽ ലഭിച്ച വർഷം
1950 ബെർട്രാൻഡ് റസ്സൽ ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനും സാമൂഹിക വിമർശകനുമായിരുന്നു. അദ്ദേഹത്തിന് 1950 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യശരീരത്തിൽ ഏകദേശം 65% ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. ജലത്തിന്റെ ഒരു പ്രധാന ഘടകമായതുകൊണ്ടാണ് ഓക്സിജൻ ശരീരത്തിൽ ഇത്രയധികം കാണപ്പെടുന്നത്. സമാധാന നോബൽ നേടിയ രണ്ടാമത്തെ സംഘടന പെർമനന്റ് ഇന്റർനാഷണൽ പീസ് ബ്യൂറോ 1910. നോബൽ സമ്മാന ചരിത്രത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ സംഘടനയാണ് പെർമനന്റ് ഇന്റർനാഷണൽ പീസ് ബ്യൂറോ. 1910 ഈ പുരസ്കാരം ലഭിച്ചത്. മനുഷ്യശരീരത്തിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. ഒരു സാധാരണ മനുഷ്യശരീരത്തിൽ ഒരു ദിവസം ഏകദേശം 1.5 മുതൽ 1.8 ലിറ്റർ വരെ മൂത്രം ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ശരീരത്തിലെ ജലാംശത്തെയും വൃക്കകളുടെ പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കും. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടന ICAO ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ്. ഇതിന്റെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലിലാണ്. മാഗ്സസെ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്ന തീയതി ഓഗസ്റ്റ് 31. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് എല്ലാ വർഷവും ഓഗസ്റ്റ് 31 ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത്. ഫിലിപ്പീൻസിന്റെ മുൻ പ്രസിഡന്റായിരുന്ന രമൺ മാഗ്സസെയുടെ ജന്മദിനമാണിത്. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആഴ്വാർ. 12 ആഴ്വാർമാരിൽ ഒരാളായ കുലശേഖര ആഴ്വാർ രചിച്ച ഒരു തമിഴ് ഭക്തിഗാന സമാഹാരമാണ് പെരുമാൾ തിരുമൊഴി. ഇത് നാരായണനെ സ്തുതിക്കുന്ന ഗാനങ്ങളാണ്. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോകസമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോകസമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രധാന പങ്കാളിത്തമായിരുന്നു. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യത്തെ PSP നേതാവ് D. ദാമോദരൻ പോറ്റി. കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കറായിരുന്നു D. ദാമോദരൻ പോറ്റി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം 1957 സ്പീക്കറായത്. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായ ഉള്ളത് ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസിന് കരയിലെ സസ്തനികളിൽ വെച്ച് ഏറ്റവും വലിയ വായുണ്ട്. ഇതിന് ഏകദേശം 180 ഡിഗ്രി വരെ വായ് തുറക്കാൻ കഴിയും. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിത KR ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന KR ഗൗരിയമ്മ കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത വനിതയാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അവർ. ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് എന്നു പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ പ്രചോദിതനായി ജാതിവ്യവസ്ഥക്കെതിരെ ശക്തമായി നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ജാതകകഥകൾ ഉദ്ദേശം എത്രയെണ്ണമുണ്ട്? 549. ബുധമതവുമായി ബന്ധപ്പെട്ട കഥാസമാഹാരങ്ങളാണ് ജാതകകഥകൾ. ബുധന്റെ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള ഈ കഥകൾ ധാർമ്മിക മൂല്യങ്ങളും ജീവിതപാഠങ്ങളും ഉൾക്കൊള്ളുന്നു. നോബൽ സമ്മാനം നേടിയ ആദ്യ അറബ് സാഹിത്യകാരൻ ആര്? നജീബ് മഹ്ഫൂസ്. 1988 ഈജിപ്ത്. ഈജിപ്ഷ്യൻ നോവലിസ്റ്റായ നജീബ് മഹ്ഫൂസ് അറബി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1988 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി. അദ്ദേഹത്തിന്റെ കൃതികൾ ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ചിത്രം വരച്ചുകാട്ടുന്നു. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം ഏത്? സ്വീഡൻ. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി സ്വീഡിഷ് അക്കാദമിയാണ് ഈ അന്താരാഷ്ട്ര സമ്മാനം നൽകുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മാത്രമാണ് നോർവേ നൽകുന്നത്.
ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഏത് ദ്വീപിലേക്കാണ് പലായനം ചെയ്തത്? തായ്വാൻ, ഫോർമോസ. ചൈനീസ് ആഭ്യന്തരയുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകളോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഗവൺമെന്റ് തായ്വാനിലേക്ക് പിൻവാങ്ങുകയായിരുന്നു. തെക്കേ അമേരിക്കയിലെ കരബന്ധിത രാജ്യങ്ങൾ ഏതെല്ലാം? ബൊളീവിയ, പരാഗ്വേ. ഭൂമിശാസ്ത്രപരമായി കടൽത്തീരമില്ലാത്ത രാജ്യങ്ങളെയാണ് കരബന്ധിത രാജ്യങ്ങൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കാണ് കടൽത്തീരമില്ലാത്തത്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ജോനാസ് സാൽക്ക്. 1955-ൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച് ജോനാസ് സാൽക്ക് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. ഈ കണ്ടുപിടുത്തം പോളിയോ രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറി. സിന്ധുനദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജോൺ മാർഷൽ. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ജോൺ മാർഷലാണ് സിന്ധുനദീതട സംസ്കാരം കണ്ടെത്തിയതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും നേതൃത്വം നൽകിയത്. ഈ സംസ്കാരത്തിന് പേര് നൽകിയതും അദ്ദേഹമാണ്. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളൂർ. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് (HNL) ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. ഇത് പേപ്പർ ഉത്പാദനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി ഏത്? അമുർ. അമുർ നദി ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന പ്രകൃതിദത്ത അതിർത്തിയാണ്. ഈ നദി ഇരു രാജ്യങ്ങൾക്കും സാംസ്കാരികമായും സാമ്പത്തികമായും പ്രാധാന്യമുള്ളതാണ്. മർക്കാറ, മടിക്കേരി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. കർണാടകത്തിലെ കുടക് ജില്ലയുടെ ആസ്ഥാനമാണ് മടിക്കേരി. ഇത് പ്രകൃതി സൗന്ദര്യത്തിനും കോഫി തോട്ടങ്ങൾക്കും പ്രസിദ്ധമായ ഒരു സുഖവാസ കേന്ദ്രമാണ്. നോബൽ സമാധാന സമ്മാനം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര്? തിയോഡർ റൂസ്വെൽറ്റ്. 1906-ൽ റഷ്യയും ജപ്പാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിക്ക് മധ്യസ്ഥത വഹിച്ചതിനാണ് തിയോഡർ റൂസ്വെൽറ്റിന് നോബൽ സമാധാന സമ്മാനം ലഭിച്ചത്. അദ്ദേഹം 26ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. ഹിന്ദി സാഹിത്യത്തിന് തുടക്കം കുറിച്ച പൃഥ്വിരാജ് രാസോ എന്ന കൃതി രചിച്ചത് ആര്? ചന്ദ് ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിതകഥ പറയുന്ന ഒരു ഇതിഹാസ കാവ്യമാണ് പൃഥ്വിരാജ് രാസോ. ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സൺ യാത് സെൻ. ആധുനിക ചൈനയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്ന സൺ യാത് സെൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ചൈനീസ് വിപ്ലവത്തിന് വഴിയൊരുക്കി. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ഹർഷൻ. വടക്കേ ഇന്ത്യയിൽ 7ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തിയ ശക്തനായ രാജാവായിരുന്നു ഹർഷവർദ്ധനൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം സമാധാനത്തിനും പുരോഗതിക്കും പേരുകേട്ടതായിരുന്നു. ഇത് മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണത്തോട് താരതമ്യം ചെയ്യപ്പെടുന്നു. തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ വികസിപ്പിച്ചെടുത്ത സുഖവാസ കേന്ദ്രം ഏത്? കൊടൈക്കനാൽ. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ മിഷണറിമാരാണ് ഇവിടെ ഒരു യൂറോപ്യൻ റെസിഡൻഷ്യൽ സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്. ഹിന്ദുമതത്തിന്റെ അക്വിനാസ് എന്നറിയപ്പെട്ടത് ആര്? ആദിശങ്കരൻ. അദ്വൈത വേദാന്തത്തിന്റെ പ്രധാന വക്താവായ ആദിശങ്കരൻ ഭാരതീയ തത്വചിന്തയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്. അദ്ദേഹത്തിന്റെ തത്വചിന്താപരമായ യുക്തിയും വേദങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനാസിന്റെ സ്വാധീനവുമായി താരതമ്യം ചെയ്യപ്പെടുന്നു. 1972 ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഇന്ത്യ-പാക് കരാർ ഒപ്പിട്ട നഗരം ഏത്? ഷിംല. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഷിംല കരാർ ഒപ്പിട്ടത്. ഇതൊരു പ്രധാന ഉഭയകക്ഷി ഉടമ്പടിയാണ്. ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6ാം നൂറ്റാണ്ടിൽ. BC
6-ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതല പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹിക മതപരമായ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായാണ് ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഉടലെടുത്തത്. ഈ മതങ്ങൾ അഹിംസയ്ക്കും ആത്മീയ ശുദ്ധിക്കും ഊന്നൽ നൽകി. മഹാവീരന്റെ ഭാര്യ യശോദ. ജൈനമതത്തിലെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായിരുന്ന മഹാവീരന്റെ ഭാര്യയായിരുന്നു യശോദ. അദ്ദേഹത്തിന്റെ ജീവിതം ആത്മീയതയ്ക്കും അഹിംസയ്ക്കും വേണ്ടി സമർപ്പിച്ച ഒന്നായിരുന്നു. കുമാരനാശാന്റെ വീണപൂവ് ഏതു പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദി. മഹാകവി കുമാരനാശാന്റെ പ്രശസ്തമായ കവിതയായ വീണപൂവ് 1907 ആദ്യമായി മിതവാദി പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. മലയാള കവിതയിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ ഒരു നാഴികക്കല്ലായി ഇത് കണക്കാക്കപ്പെടുന്നു. ബേരാറിലെ ഇമാദ് ഷാഹി വംശം സ്ഥാപിച്ചത്? ഫത്താവുള്ള അഹമ്മദ് 1484. ഡെക്കാൻ സുൽത്താനേറ്റുകളിലൊന്നായ ബേരാറിലെ ഇമാദ് ഷാഹി രാജവംശം 1484 ഫത്താവുള്ള അഹമ്മദ് ഷാ സ്ഥാപിച്ചു. ഡെക്കാൻ പീഠഭൂമിയിലെ മുസ്ലിം ഭരണത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ രാജവംശം. കുഞ്ചൻ നമ്പ്യാർ ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത്? അമ്പലപ്പുഴ. മലയാളത്തിലെ പ്രമുഖ കവിയും ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം അമ്പലപ്പുഴ രാജധാനിയിലാണ് ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ പല കൃതികളും അമ്പലപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു? കേവ്ലർ. കെവ്ലർ വളരെ ശക്തവും ഭാരം കുറഞ്ഞതുമായ ഒരു സിന്തറ്റിക് ഫൈബറാണ്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ, ഹെൽമെറ്റുകൾ, കവചിത വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. യുവജനങ്ങളെ പ്രചോദിപ്പിക്കുകയും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ബൃഹത്കഥാമഞ്ജരി രചിച്ചത് ആര്? ക്ഷേമേന്ദ്രൻ. ബൃഹത്കഥാമഞ്ജരി എന്നത് ഗുണാഢ്യന്റെ ബൃഹത്കഥയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. സംസ്കൃത പണ്ഡിതനായ ക്ഷേമേന്ദ്രനാണ് ഈ കൃതി രചിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത്? ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത്. ഹിന്ദുമതം വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്നതിനും ഹിന്ദു സമൂഹത്തിൽ ഐക്യം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ പ്രസ്ഥാനം. ബോൾ പോയിന്റ് പേന കണ്ടുപിടിച്ചത്? ജോൺ ജെ. ലൗഡ്. ബോൾ പോയിന്റ് പേന ആദ്യമായി കണ്ടുപിടിച്ചത് 1888 ജോൺ ജെ. ലൗഡ് ആണ്. എന്നാൽ പിന്നീട് ഹംഗേറിയൻ പത്രപ്രവർത്തകനായ ലാസ്ലോ ബൈറോ ആണ് ഇതിന് വാണിജ്യപരമായ രൂപം നൽകിയത്. ആറന്മുള കണ്ണാടി നിർമ്മിക്കാനുപയോഗിക്കുന്ന പദാർത്ഥം? ലോഹവസ്തുക്കൾ. ആറന്മുള കണ്ണാടി കേരളത്തിന്റെ തനത് പൈതൃക ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. ഇത് സാധാരണ കണ്ണാടികളെപ്പോലെ ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതല്ല, മറിച്ച് ചെമ്പ്, വെളുത്തീയം തുടങ്ങിയ ലോഹങ്ങളുടെ ഒരു പ്രത്യേക സങ്കരലോഹം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കുമാരനാശാന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതി? വീണപൂവ് 1907. മഹാകവി കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത 1907 പ്രസിദ്ധീകരിക്കപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ കാവ്യരീതിക്ക് തുടക്കം കുറിച്ച ഈ കൃതി ആശാന്റെ കാവ്യജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? നാഗ്പൂർ. മഹാരാഷ്ട്രയുടെ ശൈത്യകാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ്. സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ഒരു പ്രധാന വാണിജ്യ, രാഷ്ട്രീയ കേന്ദ്രം കൂടിയാണ്. പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ? മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. പ്രകൃതിവാതകം പ്രധാനമായും മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ തുടങ്ങിയ ഹൈഡ്രോകാർബണുകളുടെ ഒരു മിശ്രിതമാണ്. ഇതിൽ മീഥേനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഫോസിൽ ഇന്ധനമാണ്. ഭോപ്പാലിന്റെ സ്ഥാപകനായ പരമാര വംശ രാജാവ്? ഭോജൻ.
ഭോപ്പാൽ നഗരം സ്ഥാപകൻ എന്ന ചോദ്യത്തിന് ഈ പശ്ചാത്തലത്തിൽ പരമാര രാജാവായ ഭോജനെയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഭോജൻ 9-ാം നൂറ്റാണ്ടിൽ ഭോജ്പൂർ എന്ന നഗരം സ്ഥാപിക്കുകയും ഭോജ്താൽ തടാകം നിർമ്മിക്കുകയും ചെയ്തു. ആധുനിക ഭോപ്പാലിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ദോസ്ത് മുഹമ്മദ് ഖാൻ ആണ്. പ്രസവിക്കുന്ന പാമ്പ്. അണലി. സാധാരണയായി പാമ്പുകൾ മുട്ടയിട്ട് പെരുകുമ്പോൾ അണലി പോലുള്ള ചില പാമ്പുകൾ മുട്ടകളെ ശരീരത്തിനുള്ളിൽ സൂക്ഷിച്ച് നേരിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇത് ഓവോവിവിപാരിറ്റി എന്നറിയപ്പെടുന്നു. അരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം. യുറാനസ്. സൂര്യനിൽ നിന്ന് 7ാമത്തെ ഗ്രഹമാണ് യുറാനസ്. ഇതിനെ മലയാളത്തിൽ അരുണൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹങ്ങളിലൊന്നാണിത്. ഏറ്റവും കൂടുതൽ ആണവപ്രസരണമുള്ളതായി BARC കണ്ടെത്തിയ സ്ഥലം. കരുനാഗപ്പള്ളി. വാർക്ക് BARC ബാഭ അറ്റോമിക് റീസർച്ച് സെന്റർ നടത്തിയ പഠനങ്ങളിൽ കേരളത്തിലെ കരുനാഗപ്പള്ളി പ്രദേശത്ത് സ്വാഭാവികമായ ആണവപ്രസരണം, പ്രധാനമായും തോറിയം കാരണം, കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ മണലിൽ മോണോസൈറ്റ് ധാതുവിന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം.